സംഖ്യകൾക്ക് ഇഷ്ടമുള്ള ഒട്ടനവധി ചിത്രങ്ങൾ വന്നു. അതിൽ കത്രിക കയറ്റേണ്ട. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. JNU, ദ വാക്സിൻ വാർ, ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ കേരളത്തിൻ്റെതായി വന്ന കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്ക് പിന്നാലെ മറ്റു പാർട്ടികളാരും വാലും പൊക്കി പോയില്ല. പക്ഷേ എമ്പുരാൻ എത്തിയപ്പോൾ ആദ്യ സംഖ്യകൾ നല്ലതെന്ന് പറയും. ഉടനടി കളം മാറ്റി ചവിട്ടുന്ന രംഗമാണ് നാം കണ്ടത്. ഉദാഹരണത്തിന് മേജർ രവി ആദ്യം ചിത്രത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഉടനടി തന്നെ അദ്ദേഹം ഓതിനേക്കാൾ വേഗത്തിൽ നിറം മാറി. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ സാധനം അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ഒരു സംശയം. എമ്പുരാൻ വൺ അപ്പ്, അതാണ് പറഞ്ഞത്, വൺ അപ്പ് എന്നുള്ളത്. ലൂസിഫർ വാസ് ഡിഫറെന്റ്, ബട്ട് ഇത് വേറൊരു ഫുൾ ലോകം കറക്കിയിട്ടുള്ളൊരു സിനിമയായിട്ടുള്ളതിൻ്റെ ഒരു വേൾഡ് ക്ലാസ് ഫിലിം. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ നിലപാട് അതുപോലെ തന്നെയായിരുന്നു. അതേ ചിത്രത്തെ കാണാൻ പറയും, എന്നിട്ട് മാറ്റി പറയുന്ന അവസ്ഥയുണ്ടായി. ഞാൻ കണ്ടിട്ടില്ലല്ലോ പിക്ചർ. അപ്പൊ എന്ത് വിവാദം? BJP നേതാക്കളടക്കം ബഹിഷ്കരണ ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവരോട് ചോദിക്കും. MT രമേശ് ഞങ്ങളെ ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു സിനിമയാണ്, സിനിമയായിട്ട് കാണണം. ഞാൻ ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഞാൻ ലൂസിഫറെ കണ്ട് എൻജോയ് ചെയ്ത ഒരു സാധാരണക്കാരനാണ്. ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിനൊരു സീക്വലാണ്, അത് എനിക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു കൺക്ലൂഷൻ, ഇനി എനിക്ക് കാണാൻ ഒരു ആഗ്രഹമില്ല. അതെന്റെ പേഴ്സണൽ വ്യൂ. അന്ന് ആൾക്കാർക്ക് കാണണം, ഞാൻ കാണാൻ പോകുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ കലയായി കാണുക. സംഖ്യകളെല്ലാ ഷാരൂഖ് ഖാന്റെ ഒരു പഠാൻ സിനിമയുടെ പിന്നാലെ പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബിക്കിനിയിൽ ഒളിഞ്ഞു നോക്കി. ഇവരുടെ സ്ഥിരം പണി അതാണ്, ഒളിഞ്ഞു നോട്ടം. ദീപിക പതുകൊണ്ടിട്ടിരിക്കുന്ന ബിക്കിനിയുടെ നിറം ഒളിഞ്ഞു നോക്കിയിട്ടാണ് ആ പഠാൻ സിനിമയെ 1000 കോടി ബോക്സ് ഓഫീസിലെത്തിച്ചത്. സംഖ്യകൾ തൊട്ടാൽ എന്തായാലും പൊന്നായി മാറും. ബാബു ബജ്രംഗ് എന്ന ബാബു ഫായ് പട്ടേൽ ആരാണ്? വീരപുരുഷനോ? അദ്ദേഹം ഒരു കൊടും തീവ്രവാദിയായിരുന്നില്ല. 2002 ഗുജറാത്ത് കലാപത്തിന്റെ പ്രധാനി അദ്ദേഹമായിരുന്നില്ല. നരോദ പാട്യ കൂട്ടക്കൊലയെ നിങ്ങൾ മറന്നു. 36 സ്ത്രീകൾ, 26 പുരുഷന്മാർ, 35 കുട്ടികൾ, മൊത്തം 97 പേരെയാണ് അന്ന് നരേദ്യയെ കൂട്ടക്കൊല നടത്തിയത്. ആ കൊടും തീവ്രവാദിയുടെ പേര് പരാമർശിച്ചു എന്ന് പറഞ്ഞാണ് ഒരു വിവാദം. എന്തായാലും വിവാദങ്ങൾക്ക് തിരികൊളുത്തി കേരളീയർ മൊത്തം ഇതിനെക്കുറിച്ച് അറിഞ്ഞു എന്നതൊരു പ്ലസ് പോയിന്റായി മാറി. ഇവർ ഇതിന് തിരികൊളുത്തിയില്ലായിരുന്നുവെങ്കിൽ കുറെ ആൾക്കാർ ഈ ചിത്രം കാണുകയും അത് അങ്ങനെ പോകും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരായി. എന്താണ് ആരാണ് സംഘപരിവാർ എന്ന് ഇന്ന് കേരളക്കരയ്ക്ക് മനസ്സിലായി.